കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം. അത് പറഞ്ഞല്ലോ ഓൾറെഡി, അത് SIT ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതിന്റെ പേപ്പർ എൻ്റെ ഉണ്ട്. എന്നിട്ടും കേസ് എടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ, അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനല്ലേ വഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹേമ കമ്മിറ്റിയോട് നമുക്ക് ഒരു ഹിയർസേ അടിസ്ഥാനത്തിൽ അടക്കമുള്ള വിവരങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ഹേമ കമ്മിറ്റി അതിന്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്നാണ് നാം കരുതിയിരുന്നത്. അതിലൊരു ആ മൊഴി കൊടുത്തവരുടെ കാര്യത്തിൽ ഒരു വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത് എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടാണ് ഇവര് കോൺഫിഡൻസിൽ എടുത്ത് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് എന്റെ പേര് പറയാം. ഞാൻ ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമല്ലോ, അപ്പൊ നമ്മളോട് രഹസ്യമായിട്ട് പറഞ്ഞ ആൾക്കാരുടെ പേര്, അപ്പൊ നമ്മൾ അവരെ വിശ്വസിച്ച് ഒരു ജസ്റ്റിസ് അല്ലേ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അത് നമ്മളൊരു പഠനത്തിന് വേണ്ടി, കമ്മീഷനൊന്നും അല്ലല്ലോ, കമ്മിറ്റി അല്ലേ. അപ്പൊ നമ്മൾ പഠനത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അതിൽ FIR ആയിരിക്കുന്നു. അവരുടെ ജീവിതം, അവർ ഇപ്പൊ ഏത് സാഹചര്യത്തിലാണ് അവർ വർഷങ്ങൾക്ക് ശേഷം അവർ വാങ്ങിച്ച് വേറെ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കാരണം പെടുത്തി എന്നൊക്കെ വന്നാൽ അതൊക്കെ വലിയ പ്രശ്നമല്ലേ. അപ്പോഴും പൊതുസമൂഹത്തിന് മുമ്പിൽ നേരിടുന്ന ചോദ്യമുണ്ട്. കാരണം ഈ WCC അടക്കമുള്ളവയാണ് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഈ നടി ആക്രമിച്ചതിന് ശേഷം ഉള്ള സംഭവത്തിന് ശേഷം ശക്തമായി രംഗത്ത് വരികയും ഈ ഹേമ കമ്മിറ്റി പോലും നിലവിൽ വന്നത് WCC അടക്കം സ്വീകരിച്ച നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ്. തങ്ങൾക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ ദുരനുഭവം അടക്കമുള്ളവ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ട് അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് പലരും ഭയക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനേ പറ്റും. എനിക്ക് ബാക്കിയുള്ളവരുടെ നിയമ നടപടിയെ കുറിച്ച് അറിയില്ല. എനിക്ക് നിയമ നടപടി എന്റെ ജീവിതത്തിൽ അത് പിന്നീട് ഹോണ്ട് ചെയ്ത ഒരു കാര്യമല്ല. പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് പെടുത്തിയതല്ല. മനസ്സിലായോ? ഒരു ഷോട്ടില് ഒരാള് ആ ഒരു നിമിഷത്തിൽ കയറി ആക്രമിച്ചതാണ്. അതിനകത്ത് പ്രൊഡ്യൂസറിന്, പ്രൊഡക്ഷൻ കൺട്രോളറിന്, ഡയറക്ടറിന് ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല. പക്ഷെ അയാൾ നിയമത്തിന് മുമ്പിൽ വരേണ്ടതല്ലേ? അതിനെക്കാട്ടി അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും പേരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാൾ നിയമത്തിന് മുമ്പിൽ വരണ്ട. എന്നെ ഇത്രയും വർഷം, അയാൾ എന്റെ സിനിമ ജീവിതത്തിലില്ല, അയാളെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, എനിക്ക് അയാളെ അറിഞ്ഞൂടാ, അയാൾ എവിടാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള സ്ത്രീ വിഷയങ്ങളിലടക്കം നമുക്ക് എന്ത് പ്രോബ്ലം, ഏത് സെറ്റിൽ പ്രോബ്ലം, അവരുടെ സെറ്റ് എന്നല്ല, ഏത് സെറ്റിൽ പ്രോബ്ലം വന്നാലും ചേച്ചി കട്ടയ്ക്ക് നിൽക്കി 5 പിന്നെ വണ്ടി വരും എന്നൊക്കെ പറയുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് വേണ്ട. എനിക്ക് അങ്ങനത്തെ നീതി വേണ്ട. എന്തായാലും ഇതിൽ നാം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, എന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഞാൻ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടാതെ എടുത്ത കേസ് അത് ക്വാഷ് ചെയ്ത് പോകാൻ അനുവദിക്കണം. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് 100% എന്റെ അഭിപ്രായമാണ്. ഇത് വലിയ ധർമ്മസങ്കടമായി പോയി. കാരണം നമുക്കൊരു വേദന അനുഭവിച്ചു, അതിനെക്കാട്ടി വലിയ വേദനയാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലായോ? കാരണം ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കേരളം പോലെ ഒരു സമൂഹത്തിൽ ഹരസ് ചെയ്ത ആൾക്കാരായിട്ട് മുദ്ര കുത്താൻ ഞാൻ കാരണമായി എന്ന് പറയുന്നതിനപ്പുറം എനിക്കൊരു വേദനയായി. ഒപ്പം തന്നെ ഈ നമ്മൾ ഹിയർസേ അടിസ്ഥാനത്തിൽ കൊടുത്ത വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും FIR ഇടുന്നത്, അത് കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇടുന്നത് ശരിയല്ല. ഒട്ടും ശരിയല്ലല്ലോ. അതെന്താണത്? അത് അവരുടെ കൺസെന്റ് ചോദിക്കണ്ടേ? ഇവരിപ്പോ FIR ഇടാണ്. ഇവരെ ഈ പെൺകുട്ടിയെ ഞാൻ ഈ പോലീസ് ഓഫീസർ മുമ്പ് വെച്ചാൽ കൊച്ചിനെ വിളിക്കുന്നുണ്ട്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഇങ്ങനെ ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞത് FIR. ഹേമ കമ്മിറ്റി പറയാരും പറഞ്ഞു. ഞാനത് ചേച്ചി വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ, അത് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അത് FIR ആക്കലെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വിളിച്ചു. അതിന്റെ ഫാമിലിയിൽ ഇപ്പോൾ അത് അനുഭവിക്കുന്നത്, അവർ നിൽക്കുന്ന ഒരു പൊസിഷൻ വേറെയല്ലേ. അതെന്താണത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹേമ കമ്മിറ്റി ഡിപ്പോസ് ചെയ്യൂലായിരുന്നല്ലോ. നമ്മൾ ഗവൺമെന്റ് ഹേമ കമ്മിറ്റി വിശ്വസിച്ചിട്ട് നമ്മൾ പറഞ്ഞതല്ലേ. സിനിമാ മേഖലയിൽ നല്ലത് വരണം, ഈ സ്ത്രീകൾക്കടക്കം അവരുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടണമെന്ന് കരുതിയാണ് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത്. 100% നമ്മളുടെ വർക്ക് സ്പേസിൽ എന്തെല്ലാം ചതിക്കുഴികൾ വരാം, എന്തെല്ലാം പ്രോബ്ലംസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതിനൊരു തടയിടുന്ന നിയമങ്ങൾ വരുമ്പോൾ എന്തെല്ലാം കരുതണം എന്നുള്ളതിന് നമ്മളുടെ അറിവും അനുഭവവും പകർന്നതാണ്, സത്യസന്ധമായ ഉദ്ദേശത്തോടു. മനസ്സിലായോ? അത് ഒരുപാട് നല്ല മനുഷ്യർക്ക് പാരയാവുന്ന അറിഞ്ഞിട്ടേ പോകില്ലായിരുന്നു. ഇതാണ് നടി മാലാ പാർവതി പറയുന്നത്. അതായത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുന്നത് കേസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യപ്പെട്ടാണ്. താൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരുപാട് പേർ ഹരാസ്മെന്റുകൾക്ക് SITയുടെ ഭാഗത്ത് നിരയാകുന്നു. അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നടി മാലാ പാർവതി ആവശ്യപ്പെടുന്നത്. പുള്ളിക്കാരത്തി പറയുന്നത് ഹേമ കമ്മിറ്റി വിശ്വാസവഞ്ചന എന്നാണ്. ഇവിടെ പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തെല്ലാം അവർ പറഞ്ഞില്ല, അവരുടെ ലൊക്കേഷൻ ഒരു ഷോട്ടിലുണ്ടായ ഇഷ്യൂ ആണ്. നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആരാണ് സാക്ഷികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ABCD ഇരിക്കുകയാണ്. ഒരാൾ, ഒരു സ്ട്രേഞ്ചർ നിങ്ങളുടെ ഓഫീസിലോട്ട് വരുന്നു, നിങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാവും. സാക്ഷികൾ ആരൊക്കെയാണ്? ABCD. ഈ X വന്നു പോയി എന്നുള്ളതിന് നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കമ്മീഷൻ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ പറയുന്ന X എന്നൊരു വ്യക്തി വന്നിരുന്നു, എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്, അത് എവിടെ വെച്ചായിരുന്നു? ഇന്നൊരു സ്ഥലത്ത് വെച്ചാണെന്ന്, Y എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. അപ്പം ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ABCD ഇങ്ങനെ ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ABCD ചോദിക്കും. അത് അതിൻ്റെ ഒരു മര്യാദയാണ്. അല്ലാതെ നമ്മളിപ്പം ചുമ്മാ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണോ, അതിന് സാക്ഷികളുണ്ടോ, അത് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ അന്വേഷിക്കുക ഹേമ കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അവരത് അന്വേഷിച്ചു. അതതിൻ്റെ ഭാഗമാണ്. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അവർക്ക് ബോധ്യപ്പെടണ്ടേ? അതിനു വേണ്ടിയാണ് അവരെ അത് ബുദ്ധിമുട്ടിപ്പിച്ചെന്ന് പറഞ്ഞാൽ. അത് അവർ പറയുന്ന അവരെ പല കാര്യങ്ങളിലും എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു ഇഷ്യൂ പറയുമ്പം അത് ക്ലാരിഫൈ ചെയ്യുന്ന ശരിയാണോ, നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, നമ്മൾ മുമ്പോട്ട് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കണ്ടേ? അതിനെക്കുറിച്ച് സാക്ഷികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണ്ടേ? ഇപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് ക്വാഷിയാണ്, സുപ്രീം കോടതി പോയി ക്വാഷി, പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും കേസാക്കല്ലേ. ഇടയ്ക്ക് വെച്ച് WCCയും പല കാര്യങ്ങളും വ്യക്തത വരുത്താൻ വരുന്നുണ്ട്.
ഇപ്പം നമുക്കറിയാം ഈ പരാതിക്കാരിയായ പല ആൾക്കാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ പിന്നെ അവർക്കുണ്ടായ അനുഭവങ്ങളായിട്ട് വരുന്നുണ്ടോ? നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ്. പിന്നീട് അവരൊക്കെ വിഡ്രോ ചെയ്തും പോകുന്നുണ്ട്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വരുന്നു പോകുന്നു, കുറച്ച് ആൾക്കാർ എന്നെ ഇങ്ങനെ ചെയ്തിരുന്നു ഇല്ലെന്ന് പിന്നീട് പറയുന്നു, വിഡ്രോ ചെയ്തില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പം ജനത്തിനൊരു കൺഫ്യൂഷനാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെന്താണ് മുമ്പോട്ട് വെക്കുന്നത്? അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്ത്രീ പറഞ്ഞിരുന്നു ഇന്ന ആൾക്കാരെ അവരുടെ മോശമായി പെരുമാറി. പിന്നീട് അവർ പറയുന്നു പോലീസ് സഹകരിക്കുന്നില്ല, ആ മീഡിയക്കാർ സഹകരിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ ഞാൻ കേസിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്, എനിക്ക് ഞാൻ വെച്ച് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആ കേസ് വിഡ്രോ ചെയ്തു. ഇരയുടെ പേര് പറയാൻ പാടില്ലല്ലോ. നിങ്ങൾക്കറിയാം, ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. തൊടുപുഴ വെച്ചൊരു ഇഷ്യൂ, സെക്രട്ടേറിയറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇഷ്യൂ, ഇങ്ങനെ പല മാറ്റേഴ്സ് അവർ പറയുന്നുണ്ടായിരുന്നില്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പണ്ട് മാലപ്പുറത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, 2 വർഷം മുമ്പാണ് ക്യാരവാൻ്റെ ഒരു ഇഷ്യൂ. ലേഡീസിന് അത്യാവശ്യം അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി ക്യാരവാൻ ഫെസിലിറ്റി എന്തോ ചോദിച്ചു. അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത്. മാനാപ്രതി അപ്പുറത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു. ഹേമ കമ്മിറ്റി അവിടെ കൊണ്ട് കേട്ട് പഠിച്ചു നിർത്തുമെന്നായിരിക്കും പുള്ളിക്കാരത്തി ധരിച്ചിരുന്നത്. പിന്നെ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡും പുറത്തോട്ട് വരുമ്പം ഇത്രയും വൈഡായിട്ട് ന്യൂസ് കവർ ഇന്ത്യ ഒട്ടാകെ ഒരു സംസാര വിഷയമായി മാറുമെന്നൊന്നും പുള്ളിക്കാരത്തി കരുതി കാണില്ല. പുള്ളിക്കാരത്തി ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് പുള്ളിക്കാരത്തിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇതിൽ നിന്ന് കിട്ടാൻ നോക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയി വാഷ് ചെയ്യുക. അപ്പോൾ അവരുടെ ഇഷ്ടം, നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഇഷ്ടം. അവർക്കിപ്പോൾ അത് കംഫോർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വ്യക്തികളുടെ കംഫോർട്ടുള്ളൂ. അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിക്കാണും എനിക്കൊരു വിഷയം. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഹേമ കമ്മിറ്റി അവരെ ജിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. സുപ്രീം കോടതി ഇത് പഠിക്കുമല്ലോ, പഠിച്ചതിന് ശേഷമായിരിക്കും തീരുമാനം പറയുന്നത്. എന്താണെങ്കിലും അവർ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ. അല്ലാതെ ഇപ്പം അവർക്കിപ്പോൾ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യം. പക്ഷേ ഇത് പബ്ലിക്കിന് മുമ്പിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സ്ത്രീകളിങ്ങനെ പിന്മാറി എല്ലാവരും കേസ് പിൻവലിക്കുന്ന, ക്വാഷ് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ആ ഒരു ജെനുവിനിറ്റിയെ ബാധിക്കും. പബ്ലിക് ഇത് വാച്ച് ചെയ്യുന്നു, ഒരു വലിയ വിഭാഗം ചേർന്ന് അവർ ഇത് എന്താണ്, കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം ജുഡീഷ്യറി പോലും ഒരു വിശ്വസ്തതയെ ബാധിക്കുന്ന രീതിയിലായി പോകും. ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു ജഡ്ജാണ് അവർ വന്നിരിക്കുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടലിന് മുമ്പോട്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും കേസാക്കി വിടുന്നത്. നാലയുടെ ഇഷ്ടം കേസ് വേണോ വേണ്ടെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു വ്യക്തത വരുത്തുന്നുണ്ടല്ലോ. അതാണ് അവർ പറയുന്നത്, അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ ക്വാഷ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. Take care.